റിയൽമി എന്ന ബ്രാൻഡിന്റെ നമ്പർ സീരീസ് സ്മാർട്ട് ഫോണുകൾക്ക് എന്നും സ്വീകാര്യത കൂടുതലാണ്. അത്തരത്തിൽ റിയൽമിയുടെ ഏറ്റവും പുതിയ നമ്പർ സീരീസ് സ്മാർട്ട് ഫോണുകൾ റിയൽമി 13 പ്രോ പ്ലസും റിയൽമി 13 പ്രോയും കാഴ്ചയിൽ രണ്ടും ഇരട്ടപ്പെട്ട മക്കളെ പോലെയാണ്. ഒരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണുകൾ തമ്മിൽ സ്പെസിഫിക്കേഷൻ വൈസിലും വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ എന്റെ ഇടത് കയ്യിലിരിക്കുന്നത് റിയൽമി 13 പ്രോ പ്ലസും വലത് കയ്യിലിരിക്കുന്നത് റിയൽമി 13 പ്രോയുമാണ്. നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു കളർ വേരിയന്റ് കൂടാതെ മറ്റ് ചില വേരിയന്റുകളിൽ വീഗൻ ലെതർ ഫിനിഷും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്ത് തന്നെയായാലും ഡിസൈൻ വൈസ് കൊള്ളാം. അതുപോലെ തന്നെ റിയൽമി ഫോണുകളും ഒരു യുണീക്ക് ഡിസൈൻ ഐഡി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക് ഒക്കെ കാണാൻ മനോഹരമായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് പതിയില്ല. ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ, ഒരു പ്രീമിയം വാച്ചിന്റെ ഒക്കെ ഒരു ഡിസൈൻ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വലത് സൈഡിലായിട്ടാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് നൽകിയിരിക്കുന്നത്. താഴെ സിം ട്രേ, ഡ്യുവൽ നാനോ സിം ട്രേ ആണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. ഫോണിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല, 190 ഗ്രാം. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെയും ഒരു മനോഹരമായിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. ഈ 4 സൈഡിലും ഉള്ള ബെസലുകൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി യൂട്യൂബിൽ നിന്നൊക്കെ നമ്മൾ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണുമ്പോൾ മനോഹരമായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ യൂട്യൂബിൽ HDR വീഡിയോകൾ പ്ലേ ചെയ്ത് നോക്കി. HDR വീഡിയോകളുടെ സപ്പോർട്ട് യൂട്യൂബിൽ കാണുന്നില്ല. ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ കുറച്ച് താഴെയാണ്. അതുപോലെ മീഡിയം ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നത്. ഫോണിന് 120 ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ആ 120 ഞാനങ്ങ് മാറ്റി, ഇനി മലയാളത്തിലെ പറയും. അതുപോലെ തന്നെ 2160 ഹെഡ്സിന്റെ PWM ഡിമ്മിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിനുള്ള സ്ട്രെയിൻ കുറവായിരിക്കും. 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. 2000 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. ഫോണിന് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ടോപ്പ് നോച്ച് ആണ്. സത്യത്തിൽ റിയൽമി 13 പ്രോ സീരീസിൽ റിയൽമി ഇത്തവണ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ക്യാമറയ്ക്കാണ്. അൾട്രാ ക്ലിയർ ക്യാമറ വിത്ത് AI എന്നാണ് ഇതിന്റെ ക്യാമറയുടെ ടാഗ് ലൈൻ. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ അൾട്രാ ക്ലിയറിലേക്ക് മാറ്റും. നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഇനി ഒരു അല്പം ബ്ലർ ആയിട്ടുള്ള ഇമേജ് ആണ് തരുന്നതെങ്കിലും അതിനെ AI സഹായത്തോടുകൂടി ക്ലിയർ ആക്കുമെന്ന് ചുരുക്കം. വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം. എന്നാൽ വൈഡ് ആംഗിളിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. ഫോണിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ അതിമനോഹരമാണ്. മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. സെൽഫി ക്യാമറയും തരക്കേടില്ലാത്ത ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നൽകുന്നത്. എസ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ HDR വിഭാഗമൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മികച്ച ക്യാമറ ഫോൺ നോക്കുന്നെങ്കിൽ നമുക്ക് പരിഗണിക്കാം റിയൽമി 13 പ്രോ പ്ലസ് എന്ന് ഇതിന്റെ ഫോട്ടോ സാമ്പിളുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ AIയുടെ എഫക്ട്. OS നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും മികച്ച ഷേക്കില്ലാത്ത വീഡിയോകൾ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. വീഡിയോ ക്വാളിറ്റിയും മനോഹരം തന്നെയാണ്. ഫോണിന്റെ ബാക്കിൽ 3 ക്യാമറകളാണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, വീണ്ടും 50 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പിക് സെൻസർ നൽകിയിട്ടുണ്ട്. ആ ഒരു പെരിസ്കോപ്പിക് സെൻസറാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോകൾ, അതും 3x ഒപ്റ്റിക്കൽ സൂം ചെയ്തുകൊണ്ടുള്ള മികച്ച പോർട്രേറ്റ് ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു സ്മാർട്ട് ഫോണിനെ മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ ആക്കി മാറ്റുന്നത് അതിലെ ടെലിസ്കോപ്പിക് സെൻസറും അല്ലെങ്കിൽ പെരിസ്കോപ്പിക് സെൻസറും ഒക്കെയാണ്. ഇവിടെ ആ ഒരു പെരിസ്കോപ്പിക് സെൻസറാണ് ഒരു മേജർ പങ്ക് വഹിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. സോണിയുടെ ലേറ്റസ്റ്റ് LYT701 എന്ന് പറയുന്ന സെൻസറാണ് പ്രൈമറി ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ പഞ്ച് ഹോളായി നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറയും മനോഹരം തന്നെയാണ്. അധികം ദോഷങ്ങളൊന്നും പറയാനില്ല. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നൽകുന്നുണ്ട്. പല ബ്രാൻഡിന്റെ ഫോണുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ റിയൽമി ഫോണുകളിൽ ചില ഫോണുകൾ അതിന്റെ സൗണ്ട് ക്വാളിറ്റിയിൽ അടയാളപ്പെടുത്തി പോകാറുണ്ട്. അതായത് റിയൽമിയുടെ GT3 സീരീസ് ഫോണുകളുടെ സൗണ്ട് ക്വാളിറ്റി എന്റെ കാതിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിലും ഏകദേശം അതിന് അടുത്ത് നിൽക്കുന്ന ഒരു മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 6,49,000-ലധികമുള്ള ഒരു AnTuTu
AnTuTu സ്കോർ ആണ് എനിക്ക് ഈ ഒരു ഫോണിൽ ലഭിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്തു. ത്രോട്ട്ലിംഗ് അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. 73% ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് വില കുറഞ്ഞ ഫോണുകളിൽ നമുക്ക് മോർ ദാൻ 83% ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ത്രോട്ട്ലിംഗ് അത്ര ബെറ്റർ ആയി തോന്നിയില്ലെങ്കിലും ആ ഒരു AnTuTu സ്കോർ ഒരുവിധം മികച്ച സ്കോർ തന്നെയാണ് നൽകുന്നത്. അതുപോലെ ഫോൺ വാം ആകുന്നതൊന്നും ഇല്ല നോർമൽ യൂസിനകത്ത്. ഹെവി ആയിട്ട് ഗെയിമായി കളിക്കുമ്പോൾ ഉള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് മാക്സിമം എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റും. 90 FPS ഇല്ല. മാക്സിമം സെറ്റിംഗ് ആയിട്ട് ഗ്രാഫിക്സ് HDR ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ തന്നെ മാക്സിമം സെറ്റിംഗിൽ കളിക്കാൻ പറ്റും. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. TDM ഫോർമാറ്റിൽ മാത്രമല്ല BGMയുടെ എല്ലാ ഫോർമാറ്റിലും ഈ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് 12GB റാമും 512GB ഇന്റേണൽ മെമ്മറിയും ഉള്ള ഫോണാണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന 4nm പ്രോസറാണ് നൽകിയിരിക്കുന്നത്. മറ്റ് ഫീച്ചറുകൾ പറ്റി പറഞ്ഞാൽ ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അടിപൊളിയാണ്. ഈ ഒരു ഫോൺ വാങ്ങുന്ന ആരും ഇതിന്റെ കീബോർഡ് എടുത്തിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന്റെ വോളിയം ഒക്കെ ഡൗൺ ചെയ്യുകയും അപ്പ് ചെയ്യുമ്പോഴും ഓരോ യൂണിറ്റ് മറിയുന്നത് നമുക്ക് വിരലിലൂടെ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കിലൂടെ അറിയാൻ സാധിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. അതുപോലെ IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിന് നൽകിയിട്ടുമുണ്ട്. ബാറ്ററിയിൽ ഇത്തവണ കാര്യമായിട്ടുള്ള ഒരു ജമ്പ് Realme 13 Pro സീരീസിൽ വന്നിട്ടുണ്ട്. 5200 mAh ബാറ്ററി മാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 80 വാട്ടിന്റെ ചാർജർ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വെറും 19 മിനിറ്റ് കൊണ്ട് നമുക്ക് 50% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 49 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഫോൺ 100% ചാർജിങ്ങിലേക്കും എത്തിക്കാനാകും. എപ്പോഴും റിയൽമി ഫോണുകൾ നമ്മൾ പഴി പറയുന്നത് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലാണ്. ഇവിടെയും ഹോട്ട് ആപ്സും അതുപോലെ ഹോട്ട് ഗെയിംസ് എന്നും പറഞ്ഞ് കുറേ ആപ്ലിക്കേഷൻസിന്റെ സജഷൻസ് നൽകുന്നുണ്ട്. അത് നമുക്ക് തന്നെ വേണമെങ്കിൽ വാങ്ങുന്നവർക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സിൽ കയറി ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്ത് കളയാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പോൾ ആ രണ്ട് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും മാറിക്കഴിഞ്ഞാലും പിന്നീടുള്ള ആപ്ലിക്കേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയാണ്. ഒരുപാടൊന്നുമില്ല. പണ്ടുള്ള റിയൽമി ഫോണുകൾ ഉണ്ടായിരുന്ന അത്രയില്ല. എങ്കിലും സ്നാപ്ചാറ്റ് പോലുള്ള ചില ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള Realme UI 5ഉം ഫോണിൽ നൽകിയിരിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് Realme 13 Pro Plus ആയിരുന്നെങ്കിൽ ഇവിടെ വലത് സൈഡിൽ ഇരിക്കുന്ന Realme 13 Proയുമായിട്ട് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും സ്പെസിഫിക്കേഷൻ വൈസിൽ വന്നിട്ടില്ല. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിലും വന്നിട്ടുള്ളൂ. കാഴ്ചയിൽ പോലും ഇത്രയും ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് സ്മാർട്ട് ഫോണുകൾ. അതിൽ വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും Pro Plusൽ ചാർജർ 80 വാട്ടിൻ്റെത് നൽകിയിരിക്കുമ്പോൾ 13 Proയിൽ 45 വാട്ടിന്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററി എല്ലാം രണ്ടും സെയിം ആണ്. അതുപോലെ പ്രോസസർ പോലും രണ്ട് ഫോണുകളിലും സെയിം ആണ്. ക്യാമറയിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇവിടെ 3 ക്യാമറകൾ നൽകിയിട്ടുണ്ട്, 50, 8, 50. എന്നാൽ ഇവിടെ 2 ക്യാമറകളെ കൊടുത്തിട്ടുള്ളൂ, 50, 8 എന്ന് മാത്രം. മൂന്നാമത്തെ 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് സെൻസർ നൽകിയിട്ടില്ല എന്നുള്ളത് ചുരുക്കം. സെൽഫി ക്യാമറയൊക്കെ 2 ഫോണുകളിലും 32 മെഗാ പിക്സലാണ്. ഇങ്ങനെ വളരെ ചെറിയ ഒരു കയ്യിലെ വിരലുകൾ എണ്ണാവുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഈ 2 ഫോണുകൾ തമ്മിലും വന്നിട്ടുള്ളൂ. സത്യത്തിൽ പ്രൈസ് എനിക്ക് നിലവിൽ അറിയില്ല. എന്തായാലും റിയൽമി ആണ്. ബ്ലോട്ട് വേസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മികച്ച പ്രൈസിങ്ങിൽ തന്നെ പുറത്തിറക്കുമെന്ന് വിശ്വസിക്കാം.